ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമുക്ക് JPG ഫയലെല്ലാം തന്നെ ഇതെല്ലാം തന്നെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായെല്ലാം വരാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എല്ലാം വേണമെങ്കിൽ ചില ആളുകൾ ഇത് PDF-ൽ തന്നെ വേണമെന്നെല്ലാം ഇതിലെല്ലാം നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം ഓൺലൈൻ ത്രൂ എല്ലാം ചെയ്യുകയാണെങ്കിൽ PDF ഫോർമാറ്റിൽ തന്നെ വേണമെന്നെല്ലാം കാണിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ JPG ഫയലിനെ PDF-ലേക്കെല്ലാം മാറ്റേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ ഗൂഗിൾ പോയതിനു ശേഷം ഐ ലവ് PDF എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യം ഇവിടെ ഒരു സൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് എല്ലാം നമുക്ക് ലഭിക്കും. ഇവിടെ മെർജ് PDF, സ്പ്ലിറ്റ് PDF, കംപ്രസ് PDF, PDF ടു വേർഡ്, PDF ടു പവർ പോയിന്റ്, PDF ടു എക്സൽ, വേർഡ് ടു PDF, അതുപോലെ പവർ പോയിന്റ് ടു PDF, എക്സൽ ടു PDF, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം നമുക്ക് ഈ PDF-ലേക്ക് മാറ്റണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ JPG ടു PDF എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി സെലക്ട് JPG ഇമേജസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ റാൻഡമായി സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ആഡ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈറ്റിലേക്ക് ഈ ഫോട്ടോസ് എല്ലാം തന്നെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഫോട്ടോയുടെ ക്രമത്തിലെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ ഈ ഒരു ഫോട്ടോ ഡ്രാഗ് ചെയ്തതിന് ശേഷം താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ക്രമത്തിലെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഈസിയായി ഇതെല്ലാം തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വീണ്ടും നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ ഗാലറി എടുത്തതിന് ശേഷം വീണ്ടും ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം കൺവേർട്ട് ടു PDF എന്ന ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് കൺവേർട്ട് ആയതിനു ശേഷം ഡൗൺലോഡ് PDF എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ഇത്തരത്തിൽ ഇത് നല്ല രീതിയിൽ ഒരു PDF എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെയിൽ ചെയ്ത് കൊടുക്കുന്നതിന് ഈ പർപ്പസിനെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് JPG മാത്രമല്ല ഫയൽസ് എല്ലാം തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഉദാഹരണമായി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസ്യൂം എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു റെസ്യൂം എല്ലാം തന്നെ നിങ്ങൾക്ക് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. അതായത് വേർഡ് ടു PDF എന്നതിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ് ഫയലിലുള്ള റെസ്യൂം എല്ലാം തന്നെ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈസിയായി നിങ്ങൾക്ക് ഇത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഇത് ഞാൻ നേരത്തെയും യൂസ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിനാൽ തന്നെ വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. PDF-ൽ നിന്നും ഇനി നിങ്ങൾക്ക് JPG-യിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ PDF ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് JPG-യിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായും ഈ ഒരു സൈറ്റ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾക്ക് ഈ സൈറ്റ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്